ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിലുള്ളത് ആർ അച്യുതനാണ്. അച്യുതൻ, ഡൽഹിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ ഈ മലിനീകരണം. ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും ഡൽഹി ഉണർന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മലിനീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഡൽഹിക്കൊരു മോചനം ആവശ്യമാണ്. ഏത് രീതിയിലാണ് ഈ പുതുവത്സരത്തെ ഡൽഹി വരവേൽക്കുന്നത്? കൃഷ്ണ കർശന നിയന്ത്രണങ്ങളോട് കൂടിയുള്ള ഒരു ആഘോഷത്തിലേക്കാണ് എന്തായാലും കടക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നു. കാരണം പല പ്രദേശങ്ങളിലും മുൻകാലങ്ങളിൽ ഈ ചില അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത പല പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ വാഹന പരിശോധന കർശനമാക്കിയിരുന്നു ഈ പുതുവത്സരത്തോടനുബന്ധിച്ച്. ഇന്ന് രാത്രി 9 മണി മുതൽ മെട്രോ സർവീസുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഈ പ്രധാനമായും ഈ പുതുവത്സര ആഘോഷങ്ങളുടെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് കൊണാട്ട് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ രാത്രി 8 മണിക്ക് ശേഷം ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. മറ്റിടങ്ങളിൽ കാണുമ്പോൾ ഒരു വലിയ ആഘോഷമൊന്നും പൊതുവെ ഡൽഹിയിൽ കാണാൻ സാധിക്കില്ല. എന്നാലും ആളുകൾ ഈ ഒരു പുതുവത്സര രാവിൽ പലയിടങ്ങളിലായി ഒത്തുകൂടും. അവർ ആ നിമിഷം 12 മണി എന്ന് പറയുന്ന 11:59 കടക്കുമ്പോൾ ആ നിമിഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് പാട്ടുപാടിയും ഡാൻസ് കളിച്ചുമെല്ലാം ആ ആഘോഷത്തിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിൽ കർശന നിയന്ത്രണങ്ങൾ കഴിഞ്ഞ തവണയും ഏർപ്പെടുത്തിയിരുന്നു. ചില സാഹചര്യങ്ങളിൽ പോലീസ് ഒരു സമയക്രമം ഇതിനായിട്ട് പ്രത്യേകിച്ച് നിർദ്ദേശിച്ച് നൽകാറുണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കുവാൻ സമ്മതിക്കില്ല. യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകൂട്ടിയുള്ള നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. ഡൽഹി പോലീസിന് പുറമെ അർദ്ധസൈനിക വിഭാഗത്തെയും ഡൽഹിയിലെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഭരണസിരാ കേന്ദ്രമായതുകൊണ്ട് തന്നെ, രാജ്യതലസ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ ഉപയോഗത്തിനൊക്കെ നിരോധനം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷങ്ങളാവാം, പക്ഷേ ആ ആഘോഷങ്ങൾ അതിരു കടക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് പൊതുവെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ച് ഈ ഹോട്ടലുകളും പബ്ബുകളും കേന്ദ്രീകരിച്ചായിരിക്കും പുതുവത്സര ആഘോഷങ്ങൾ നടക്കുക. അതിന് പുറമെ ഞാൻ ഈ പറഞ്ഞതുപോലെ കൊണാട്ട് പ്ലേസിലായിരിക്കും എല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് ഈ 2024 കിടക്കുന്ന പുതുവത്സര രാവിനെ ഈ ആഘോഷരാവാക്കി മാറ്റുക. കൃഷ്ണ. ശരി, അച്യുതനും ഹാപ്പി ന്യൂ ഇയർ. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ.